ഞാനിപ്പോൾ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളുടെ വിഷമങ്ങൾ മനസ്സിലാവണമെങ്കിൽ നമ്മളിപ്പോൾ പലരിടത്തും നമ്മൾ വിഷമം പറയും, പക്ഷെ അവർക്കൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർ ചിലപ്പോൾ ഉൾക്കൊണ്ടായിരിക്കില്ല കേൾക്കുന്നെങ്കിലും ജസ്റ്റ് ഒരു കഥ പോലെ, ജസ്റ്റ് അവർക്കൊന്ന് ചിരിക്കാനുള്ള ഒരു കാരണം മാത്രമായിരിക്കും. നമ്മളുടെ ദുഃഖങ്ങൾ ചിലർക്ക് ചിരിക്കാനുള്ള കാരണങ്ങളായിരിക്കാം. ഈ ഇടയ്ക്ക് ഞാൻ വളരെ അങ്ങ് ഡെസ്പായിപ്പോയ ഒരു ടൈമാണ്. അപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, എൻ്റെ കൂടെ പഠിച്ചതാണ്, പക്ഷേ സെയിം ക്ലാസ് അല്ല, നമ്മൾ ജസ്റ്റ് ഒരു ഫ്രണ്ട്സായിരുന്നു. പിന്നെ എൻ്റെ സിറ്റുവേഷനിൽ കൂടെ തന്നെ അവളും കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഞാൻ എൻ്റെ സങ്കടങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി അതിന് കുറേ സൊല്യൂഷൻസ് പറഞ്ഞു. അപ്പോഴത്തേക്കും അതൊക്കെ കേട്ടപ്പോഴത്തേക്കും കുറേ മോട്ടിവേഷൻ പോലെ എനിക്കത് വല്ലാത്തൊരു എന്താ പറയുന്ന ഉണർവ് ഏകി എന്ന് പറയാം. ഞാനാകെ ഈ അർമേനിയ എന്ന രാജ്യത്ത് വന്നു, ഇവിടെ ആകെ വീട്ടുകാരെയൊക്കെ പിരിഞ്ഞ അതിൻ്റെ ഒരു വിഷമവും, പിന്നെ അല്ലാതെ ഇരിക്കുമ്പോൾ പിന്നെ ഇവിടെയും കുറേ ഇതൊക്കെ വന്നപ്പോഴത്തേക്കും ആകെ അങ്ങ് ഡെസ്പായിപ്പോയി. അപ്പോൾ അവളിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, നീ എന്തായാലും മുന്നോട്ട് പോയി, ഇനി നീ ഒരിക്കലും പിന്നോട്ട് നടക്കരുത്. പിന്നെ ഒരുപാട് പേര് തളർത്താൻ കാണും, എങ്കിലും നിനക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നീ എൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞ്, നിന്നെ ഇങ്ങനെ ഇട്ട് പരീക്ഷിക്കുന്നത് ദൈവം നിന്നെ ഒരുപാട് സ്ട്രോങ് ആക്കാനാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് എന്താണെന്നറിയത്തില്ല സത്യം. നീ ദൈവത്തെ കണ്ടിട്ടുണ്ടെന്ന് ചിലർ ചോദിക്കത്തില്ലേ? അപ്പോൾ ദൈവം മറ്റുള്ളവരുടെ അടുത്ത് ഓരോന്ന് നിയോഗിച്ചിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ആ ഒരു വാക്കെനിക്ക് വളരെ ഒരു ഉന്മേഷമേകി. ഇപ്പോഴും ഞാൻ ആ ഒരു ഇതെപ്പോഴും ഓർക്കുന്നുണ്ട്. എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോഴും ഞാൻ ആ വാക്കുകൾ ഇങ്ങനെ റിയലൈസ് ചെയ്യും. നമ്മളുടെ വിഷമങ്ങൾ നമുക്ക് ദൈവം തരുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഒരുപാട് സ്ട്രോങ് ആക്കാനാണ്. അത്